Hello, welcome to Sarah's World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു ചൂടത്തോരനുമായിട്ടാണ്. ചൂടത്തോരന് പ്രത്യേകിച്ച് ഇലുമ്പംപുളി അതാന്ന് പറയുന്നത് എൻ്റെ ഈ പുളിയാണ്. ചിലയിടത്ത് ചീമപ്പുളി എന്ന് പറയും, ചിലയിടത്ത് ഇരുമ്പംപുളി എന്ന് പറയും. ഞങ്ങളൊക്കെ ചീമപ്പുളി എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊരു തോരനായിട്ടാണ്. അതിന് ഞാൻ 1/2 കിലോ ചൂട വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പുളി ഒരു 20 പുളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങാപ്പീര വേണം. കാന്താരിമുളക് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. കാന്താരിമുളക് ഏറ്റവും ചൂടത്തോരന് നല്ലത്. എനിക്ക് കാന്താരിമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞത് വേണം. ഇഞ്ചി തേങ്ങയുടെ കൂടെ ചതച്ചാൽ അതിനൊരു രുചി വ്യത്യാസം വരും. കറിവേപ്പില വേണം. കുറച്ച് ഒരു 4 കഷ്ണം കൊച്ചുള്ളി അരിഞ്ഞത് വേണം. ഒരു 5 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത് വേണം. ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണം. അല്പം ഉലുവാപ്പൊടി വേണം. ഉപ്പ് വേണം. വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇതെന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ തേങ്ങ ഒരു 2 പച്ചമുളകും ഇട്ട് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ ചൂടയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോട്ട് പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കൊച്ചുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്. ഇഞ്ചി ചതയ്ക്കല്. ഇഞ്ചി ചതച്ചാൽ ചൂടത്തോരന് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. കറിവേപ്പില ഇടണം. മഞ്ഞൾപ്പൊടി ഇടണം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഇടണം. ഉലുവാപ്പൊടി ഇടണം. ഉപ്പിടണം. ഉപ്പിട്ടിട്ട് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് ഇത് വെള്ളവും കൂടെ, ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കി അടുപ്പത്ത് വെച്ച് വറ്റിച്ച്, ഇടയ്ക്ക് പുളിയോ ഉപ്പോ ഒക്കെ നോക്കാവുന്നതാണ്. പുളി കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാം. കുറച്ചുകൂടെ പുളി ഇടയ്ക്ക് അരിഞ്ഞിടാം. പുളി നോക്കിയിട്ട് ഉപ്പ് വേണ്ടിയവർക്ക് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിനൊരു ദോഷമെന്ന് വെച്ചാൽ, ഈ കുടംപുളി ഇടുന്നുടനെ അത് 2 ദിവസം ഇരുന്നാലും കേടാകത്തില്ല. ഈ ഇരുമ്പംപുളി ഇടുന്നുടനെ അത് ഇന്ന് തന്നെ ഉപയോഗിച്ചിരിക്കണം. അല്ലെങ്കിൽ നാളെ ഉച്ചയോടെ തന്നെ തീർത്തിരിക്കണം. അത് അല്ലെങ്കിൽ അത് കേടായിപ്പോയി. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് വറ്റിച്ച് എടുക്കാവുന്നതാണ്. ഇത് നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഒരു സ്പൂൺ വെളിച്ചെണ്ണ, അല്പം വെളിച്ചെണ്ണ ഇതിന് വട്ടം ഒഴിച്ചു കൊടുത്ത് 2 തണ്ട് കറിവേപ്പിലയോടിട്ട് ചെറുതായിട്ട് ആവി ഒന്ന് പോകത്തക്ക വിധം നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഒന്നാന്തരം ചൂടത്തോരനാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.